കേരളത്തിൽ ഏറ്റവും നല്ലൊരു ഗവൺമെൻറ്, ഞാനും ഒരു ഗവൺമെൻറ്റിൽ മന്ത്രിയായിരുന്നയാളാണ്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കെട്ടുറപ്പുള്ള, കേരളത്തിൻ്റെ ദീർഘകാല വികസനം മുൻനിർത്തി വികസനക്ഷേമ രംഗത്ത് വിസ്മയകരമായ പ്രവർത്തനങ്ങൾ നടത്തിയൊരു ഗവൺമെൻറ്റാണ് സി അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യമുന്നണി ഗവൺമെൻറ്. CPI, കോൺഗ്രസ്, RSP, ലീഗ്, കേരള കോൺഗ്രസ്, ആ ഒരു ഐക്യം തിരിച്ചു വരണമെന്നുള്ളതാണ് ഒരു പക്ഷേ UDFൻ്റെ കൺവീനർ ആഗ്രഹിച്ചിട്ടുള്ളത്. അതാണ് കേരളത്തിന് ആവശ്യം. ഒരു ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയവും കോൺഗ്രസും അതുപോലെ തന്നെ വിവിധ മതേതര ശക്തികളും എല്ലാവരും കൂടി ചേർന്നൊരു നല്ല ഗവൺമെൻറ്, 70 മുതൽ 77 വരെയുള്ള ഗവൺമെൻറ് അത്തരത്തിലൊരു ഗവൺമെൻറ്റായിരുന്നു. അത്തരത്തിലൊരു ഗവൺമെൻറ് ആയിരുന്നതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയുടെ അപകടങ്ങളൊന്നും കാര്യമായി കേരളത്തിൽ ഉണ്ടാകാതെ പോയതും അതുകൊണ്ട് തന്നെയാണ്. ഏറ്റവും നല്ല ഗവൺമെൻറ്റാണ് സി അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ 7 വർഷക്കാലം കേരളത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ്. കേരള ജനതയുടെ പ്രതീക്ഷയ്ക്കും ആഗ്രഹത്തിനും അനുസരിച്ചുള്ള ഒരു ഗവൺമെൻറ് ആയിരുന്നു ആ ഗവൺമെൻറ്. അതിൽ CPI ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് CPI കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകണം എന്ന് UDF കൺവീനർ ഉന്നയിച്ചത്. പക്ഷേ അത് CPI ആണ് ആ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. ഞാൻ ക്ഷണിക്കാനോ ക്ഷണിക്കാതിരിക്കാനോ ആളല്ല. വരുന്നത് ഏറ്റവും നല്ലതാണ്. കേരളത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും CPI, RSP, കോൺഗ്രസ്, ലീഗ്, കേരള കോൺഗ്രസ്, അങ്ങനൊരു രാഷ്ട്രീയ സഖ്യം കേരളത്തിൻ്റെ പുരോഗതിക്കും കേരളത്തിൻ്റെ ദീർഘകാല വികസനത്തിനും വളർച്ചയ്ക്കും ഏറ്റവും അനുപേക്ഷണീയമായിട്ടുള്ള രാഷ്ട്രീയ മുന്നണി സംവിധാനമായിരിക്കും എന്നാണ് എൻ്റെ വ്യക്തിഗതമായിട്ടുള്ള അഭിപ്രായം. ഇതിനേക്കാൾ രൂക്ഷമായിരുന്ന പ്രതിസന്ധി ഉണ്ടായിരുന്ന കാലങ്ങളിൽ ഇതൊക്കെ അതിജീവിച്ച് പോയിട്ടുണ്ട്. അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള മാറ്റത്തിലേക്ക് പോകാൻ നിർബന്ധിതമാകും. ഒരു ഭാഗത്ത് BJP ഉയർത്തുന്ന ഭീഷണി, മറുഭാഗത്ത് CPM അവരുടെ വർഗസ്വഭാവം പോലും വെടിഞ്ഞുകൊണ്ട് ഒരു ലെഫ്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ അത് പൂർണ്ണമായും അവർ ഉപേക്ഷിച്ചല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സ്വകാര്യ സർവകലാശാല. ഞാൻ ചോദിച്ചോട്ടെ, ഒറ്റ ചോദ്യം മതിയല്ലോ ഈ ഗവൺമെൻറ്റിൻ്റെ ക്ലാസ് ക്യാരക്ടർ ഡിറ്റർമിൻ ചെയ്യാൻ. ഒരു സംസ്ഥാന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ മന്ത്രി പരസ്യമായി പറയുകയാണ്, ഗൗതം അദാനി ഈസ് ദ പാർട്ട്ണർ ഓഫ് അവർ ഗവൺമെൻറ്. ഗൗതം അദാനി ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പങ്കാളിയാണ് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ മന്ത്രി, അത് സ്ലിപ്പ് ഓഫ് ദ ടങ് അല്ല, പ്രസംഗം, സ്വാഗത പ്രസംഗം എഴുതി വന്ന് വായിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ ഗവൺമെൻറ് പറയും. എന്നിട്ട് അതിനെ പരസ്യമായി പ്രധാനമന്ത്രി പറയുകയാണ്, ഇതാണ് രാജ്യത്ത് വന്ന മാറ്റം. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് സ്വകാര്യ മൂലധന കമ്പനിയായിട്ടുള്ള കമ്പനിയുടെ ഉടമ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ പങ്കാളിയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് രാജ്യം മാറി. അതാണ് ഈ രാജ്യത്തിൻ്റെ നേട്ടമെന്ന് 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടിയോ? അതിൽ പ്രതികരിച്ച് ഇന്നേവരെയെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞോ ശുദ്ധ അസംബന്ധമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, അല്ലെങ്കിൽ അതല്ല ഞങ്ങളുടെ നയം എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ ഡിസ്പ്യൂട്ട് ചെയ്തുകൊണ്ട്, പ്രധാനമന്ത്രി പറഞ്ഞതിനെ നെഗറ്റീവ് ചെയ്തുകൊണ്ട് ഒരു വാക്കെങ്കിലും പറഞ്ഞോ? അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി.